Afternoon all. Afternoon. Okay. നമ്മള് ഓർഗനൈസേഷൻ ബിഹേവിയർ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിട്ട് നിങ്ങള് ക്ലിയർ ആണോ അല്ലെ? വലിയ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ആണ്. ഓക്കെ, ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ എന്താ പറയുന്നത് നോക്കാം. കണ്ടിന്യൂ ചെയ്യാലോ? Okay. ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാമോ, ഒരു ഇതില് നമ്മൾ കണ്ടു അല്ലെ? ഫസ്റ്റ് നമ്മൾ കണ്ട എന്താണ്? സയൻസ് എന്താണ്? മാനേജ്മെന്റ് അപ്രോച്ച് ആണ് അത് വികസിപ്പിച്ചെടുത്തത്. അതായത് നമുക്കറിയാം, അതിൽ പ്രധാനമായിട്ടും എംപ്ലോയേഴ്സിന്റെ അല്ലെ, അവിടെ വർക്ക് അവരുമായി ബന്ധപ്പെട്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാറ്റഗറിയാണ് വരുന്നത് പ്രധാനമായിട്ടും. ഇനി അതിനേക്കാൾ അപ്പുറം ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിൽ തീർച്ചയായിട്ടും എന്താണ്? തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ് പ്രധാനമായിട്ടും എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നോക്കാം. While scientific management was focusing on the interaction between worker and task, other research began to study how to organization framework more effectively. ഓക്കെ, അപ്പൊ തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദം നമുക്കറിയാം. അതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യം എന്നുള്ളത് പ്രധാനമായിട്ട് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും എന്താണ്? തീർച്ചയായിട്ടും ആ തൊഴിലില് നന്നായിട്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അത് ഏൺ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും, അതിനെ കുറിച്ചിട്ടാണ് ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഏതൊരു ബിസിനസ് ഫേം ആണെങ്കിലും നമുക്കറിയാം, അവിടെ ബിസിനസ് വളർച്ച പ്രാപിക്കണമെങ്കിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യണം. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യും, അതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇതില് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തു പോകുന്നത് അല്ലെ. അപ്പൊ ഗവേഷണം നടത്തുന്നത് അത് റിസർച്ച് ബിഗാൻ ടു സ്റ്റഡി ഹൗ ടു ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് മോർ എഫക്റ്റീവ്ലി അല്ലെ. എങ്ങനെയാണ് ഈ ഒരു നല്ലൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ട് തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത്. Instead of trying to make each worker more efficient, classical organization theory taught the most effective overall organization structure for workers and managers. Okay, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഘടന തയ്യാറാക്കിയിട്ട് അല്ലെ, ഒരു സ്ട്രക്ചർ. നമുക്കറിയാം പലതരത്തിലുള്ള സ്ട്രക്ചറുകളുണ്ട്, ഘടനകളുണ്ട് അല്ലെ. നമ്മള് തൊഴിലാളികൾ കൊണ്ട് എന്താണ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പണി ചെയ്യിപ്പിക്കുന്നതുണ്ട്. അതേപോലെ തന്നെ അവരുടെയും കൂടി അല്ലെ കുറച്ചും കൂടി ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതികൾ ഉണ്ടാവാം. വ്യത്യസ്ത തരത്തിലുള്ള രീതിയിൽ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് അല്ലെ. മോസ്റ്റ് ഓഫ് ദം നമുക്കറിയാം പഴയ കാലഘട്ടത്തിലാണ് ഇങ്ങനെ അടിമകളെ പോലെ പണിയെടുപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റില്ല. ഇപ്പൊ അങ്ങനെയൊന്നും നടക്കില്ല, ശരിയല്ലേ? ഇപ്പൊ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? തൊഴിലാളികളെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുക അല്ലെ. അവർ യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ചിലപ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എങ്ങനെ ഏത് രീതിയിലാണ് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. The theory most prominent advocate Max Weber proposed a
bureaucratic form of a structure which we thought would work for all organizations. നല്ല രീതിയിൽ ഒരു ഘടനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷനൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു രീതിയിലാണ് എന്താണ് നമ്മുടെ മാക്സ് വെബർ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Weber's idea bureaucracy was a logical, rational and efficient. Bureaucracy എന്ന് പറയുന്നത് അതായത് നല്ലൊരു ഐഡന്റിറ്റിയോട് കൂടിയിട്ട് ഒരു സ്ട്രക്ചറോട് കൂടിയിട്ട് വേണമെങ്കിൽ തൊഴിലാളികളെ കൊണ്ട് പഠിച്ചിപ്പിക്കാൻ സാധിക്കും അല്ലെ. അതൊരു യുക്തിപരമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. He made the Navy assumption that one structure would work the best for all organization. ഒരു ഘടനയുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ നമുക്കറിയാം സബോർഡിനേറ്റ് അവരുടെ തൊട്ടുമുകളിലുള്ള സൂപ്പർവൈസേഴ്സിനെ അനുസരിക്കണം. അതിന് മേലെ അല്ലെ അതിന് മേലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇന്ന വ്യക്തികൾക്ക് റിപ്പോർട്ട് വിടണം. അങ്ങനെ ഒരു അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ഘടനയോട് കൂടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യണമെന്ന് അത് നല്ല രീതിയിൽ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെ. ഹെൻറി ഫോർഡ്, ഹെൻറി ഫയോളായിട്ട് predict W. Taylor, the early management pointers recognized the behavioral side of management. Okay, നമുക്കറിയാം വ്യത്യസ്ത ടൈലറും ഇവരൊക്കെ നമുക്കറിയാം വർക്ക് ചെയ്യിക്കണം അല്ലെ, തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു സ്ട്രക്ചറോട് കൂടിയ ഘടനയാണ് ഇവിടെ വെബർ അവിടെ നോട്ട് ചെയ്ത് പറയുന്നത്. They did not emphasize the human dimensions. പക്ഷെ അവിടെ തൊഴിലാളികളുടേതായിട്ടുള്ള ഡയമെൻഷൻസ് അല്ലെ അവിടെ അതിന് പ്രാധാന്യം അങ്ങനെ കൊടുത്തിട്ടല്ല. പക്ഷെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണമെന്നാണ് അവിടെ കൂടുതലായിട്ട് കേന്ദ്രീകൃതമായിട്ട് ഇവിടെ അപേക്ഷിക്കുന്നത്. Although there were varied and complex reasons for the emergency of the importance of the behavior approach to management, it is generally recognized that the Hawthorne studies among the historical rules for the field of organization behavior. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ തൊഴിലാളികളുടേതായിട്ടുള്ള പെരുമാറ്റം കൂടി മനസ്സിലാക്കിയിട്ട് അല്ലെ അവരെയും കൂടി ആഗ്രഹങ്ങൾ അവരുടെയും കൂടി ബിഹേവിയറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും അല്ലെ. നമ്മളെപ്പോഴും ഇങ്ങനെയാണല്ലോ ഓരോ വ്യക്തികളും എന്തെങ്കിലും സ്റ്റഡി ചെയ്ത് അതിനെ തെളിയിച്ചു വരും അല്ലെ. അതിനുശേഷമായിരിക്കും മറ്റൊന്നിലേക്ക് വഴിതിരിയുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ ഒരു ഘടന ഉണ്ടെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് വെബർ വരുമ്പോൾ നെക്സ്റ്റ് അല്ലെ ഹൗത്തോൺ സ്റ്റഡി അവര് സ്റ്റഡി ചെയ്ത് വരുന്നത് എന്താണ് തൊഴിലാളികളുടെ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം മോസ്റ്റ്ലി എത്രത്തോളം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അതിലേക്കാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നന്നായിട്ട് എംപ്ലോയി ഹാർഡ് വർക്ക് ചെയ്യുന്നതിലേക്കാണ് അവിടെ വിരൽ ചൂണ്ടി പോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും വെബറിന്റെ അഭിപ്രായത്തിൽ എന്താണ് നല്ലൊരു സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ ഓർഗനൈസേഷൻ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം അല്ലെ. ഈ തിയറി അത് ആരാണ് പ്രൊമിനന്റ് അഡ്വക്കേറ്റ് മാക്സ് വെബർ. അത് ആ ഒരു പേര് നോട്ട് ചെയ്യേണ്ട പേരാണ്. ബ്യൂറോക്രാറ്റിക് ഫോം അല്ലെ. ബ്യൂറോക്രാറ്റിക് ഫോം സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? മാക്സ് വെബർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ എന്താന്നുള്ളത്? ഓക്കെ ആണോ? കുറച്ച് ആശയങ്ങളാണ് ഇവിടെ പങ്കുവെച്ച് പോകുന്നത്. ദേശീയ തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന കുറച്ച് ആശയങ്ങളാണ്. ഓക്കെ, എല്ലാ പോയിന്റും കൂടി നോട്ട് ചെയ്ത് പോയിക്കോളൂ. അതായത് ബബ്ബാസ് ഐഡിയ ബ്യൂറോക്രാസി ബസ് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ഐഡിയ ചെയ്തിരിക്കുന്നത്? ലോജിക്കൽ, rational and efficient. യുക്തിപരവും കാര്യക്ഷമവുമായ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെ. പ്രധാനമായിട്ടും മനസ്സിലാക്കുക വൺ സ്ട്രക്ചർ would work the best for all organization. ഒരു സ്ട്രക്ചർ ഒരു ഘടന വേണം ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് ഒരു സ്ട്രക്ചർ വേണം എന്നുള്ളതാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പേര് നോട്ട് ചെയ്യാം മാക്സ് വെബർ. പിന്നെ ആ ഒരു വൺ സ്ട്രക്ചർ ആവശ്യമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. യുക്തിപരമായിട്ടുള്ള രീതിയിൽ കാര്യക്ഷമമായ രീതിയിലാണ് അദ്ദേഹം അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഒരു ഘടനയുടെ ഒരു ചെറിയ ഹൈറാർക്കി ഇത് കാണിച്ചിട്ടുണ്ട്. അതോറിറ്റി ഹൈറാർക്കി, ഫോമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡിവിഷൻ ഓഫ് ലേബർ, കരിയർ ഓറിയന്റേഷൻ, ഇംപേഴ്സണാലിറ്റി, ഫോമൽ സെലക്ഷൻ പ്രോസസ്. അതായത് എല്ലാത്തിനും ഒരു ഘടന വരുന്നുണ്ട് അല്ലെ. ഇവിടെ അതോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ കൃത്യമായിട്ട് ആരൊക്കെ റിപ്പോർട്ടുകളൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഹൈറാർക്കി അല്ലെ, അതോറിറ്റി അധികാരിക ചുമതലയെ അവിടെ ഹൈറാർക്കി ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. ഫോമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടെ ഔപചാരികമായിട്ടുള്ള നിയമാനുസൃതമായിട്ട് പോകണം എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ, നമുക്കറിയാം ലേബർ തൊഴിലുകളൊക്കെ ഓരോരുത്തരുടെയായിട്ട് വിഭജിച്ച് നമുക്കറിയാം ഓരോ ബ്രാഞ്ച് ഓഫീസറിലെ ഓരോ അതുകളായിരിക്കും, ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിരിക്കും ഓരോ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത്. കരിയർ ഓറിയന്റേഷൻ, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിൽ ചെയ്യുമ്പോൾ അല്ലെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണ് എങ്കിൽ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക, പോപ്പുലാരിറ്റീസ് കിട്ടുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ഒരു കരിയർ ഓറിയന്റേഷൻ ഒക്കെ അവിടെ ആ ഒരു ഘടന അല്ലെ. നമുക്ക് ഇന്ന രീതിയിലാണ് തൊഴിലാളികൾ ആരെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ, എന്ത് തരത്തിലുള്ള തൊഴിലാണ് ചെയ്യേണ്ടത്, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള ഒരു പരിചയപ്പെടുത്തൽ അല്ലെ. ഒരു കരിയർ ഓറിയന്റേഷൻ ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അത് പരിചയപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ആ തൊഴിലിനോട് ചെല്ലുന്നത്. നമുക്കറിയാം ആ പോപ്പുലാരിറ്റീസിന് അനുസരിച്ചിട്ട് തന്നെ അവരെ കുറച്ച് എക്സ്പീരിയൻസ് കൂടി നമ്മൾ നേടിയെടുക്കും അല്ലെ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ചിലപ്പോഴാണെങ്കിൽ ഒരു 3 month ഒക്കെ ഓറിയന്റേഷൻ ഒക്കെ ആയിരിക്കും, ഓറിയന്റേഷൻ ടൈം ആയിരിക്കും. എന്നുവെച്ചാൽ സാധ്യത ഇല്ലാതെ ഒന്ന് ബേസിക് നമുക്ക് ഇന്റർവ്യൂ ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ആ സ്റ്റാർട്ടിങ് ടൈം ഒക്കെ. പേഴ്സണാലിറ്റി, നമുക്ക് എന്തൊക്കെ അല്ലെ മാറ്റി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, ഓവർ സെലക്ഷൻ പ്രോസസ്. ഇതിലെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കൊരു അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയിലേക്ക് എംപ്ലോയിനെ അവിടെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിചിതമായിട്ടുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടായിരിക്കും ഒരു എംപ്ലോയിയെ ഒരു തൊഴിൽ സ്ഥലത്തിലേക്ക് അല്ലെ അപ്പോയിന്റ്മെന്റ് ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ആദ്യം തന്നെ ഒരു ഘടനയാണ് അല്ലെ, നമ്മൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്, ആർക്കാണ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്താണ്, ഔപചാരികമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള തൊഴിലാണ്, ഏത് ഡിവിഷനിലാണ് നമ്മൾ വർക്ക്, നമുക്ക് കേസ് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ടൈം കിട്ടുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ഒക്കെ ഉണ്ടാവും. മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാവുന്നു. പിന്നെ അതിനുശേഷമായിരിക്കും നമുക്ക് ഔപചാരികമായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് നടപ്പാക്കി കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രക്ചർ ആ ഒരു രീതിയിലായിരിക്കും ആ വ്യക്തിയെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഫിഷ്യന്റ് ആയിട്ട് ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണ് ആര് പറയുന്നത്, വെർബൽസ് അവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഔട്ട്ഡോർ അല്ലെ, ഔട്ട്ഡോർ സ്റ്റഡീസ് ആണ്. നമ്മളിപ്പോ ഏൽപ്പിച്ചിരിക്കുന്ന പണികൾ നമ്മളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻസ്പെക്ഷന് വരികയാണെങ്കിൽ ഒരു എംപ്ലോയി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? കേരളസ് ആയിട്ടായിരിക്കും, നല്ല നല്ല എന്താ പറയുക ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും ഇൻസ്പെക്ഷനൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ തൊഴിലുടമ വരുന്നുണ്ട്, എംപ്ലോയർ വരുന്നുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത്? നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ഈ ഒരു സ്റ്റഡിയിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനപ്പുറം തൊഴിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അല്ലെ, ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഈ വാല്യുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, തൊഴിൽ പ്രകടനം അല്ലെ, നമ്മൾ തൊഴിൽ ചെയ്യുന്നത് നോട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ എടുത്തു പറയുന്നത്. ഓക്കെ, നോക്കാം എന്താണ്. Even as a Taylor and Weber brought attention with their rational logical approaches to more efficient productivity, the views were criticized on the ground that both approaches ignored workers' humanity. ഓക്കെ, ഇവിടെ എടുത്ത് പറയുകയാണ്, അതായത് ഈ പറഞ്ഞ മാതിരി തന്നെ സ്ട്രക്ചർ വേണം, അവിടെ ഒരു തൊഴിലൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെ, തൊഴിൽ ഇന്നതാണ് തൊഴിലാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ റേഷണൽ ആൻഡ് ലോജിക്കൽ അപ്രോച്ച് ഒക്കെയാണ് ടൈലറും വെബറൊക്കെ അവരുടെ വിഷയത്തിൽ പറയുന്നതെങ്കിൽ വർക്കേഴ്സിന്റെ ഹ്യൂമാനിറ്റിക്ക് അല്ലെ, അവിടെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലെ, ഒരു പേടി ഒരു കാര്യം അല്ലെ, അവരുടെ പ്രകടനത്തിനൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നല്ല ബിഹേവിയർ നമ്മൾ കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലായിട്ട്
അല്ലെ നമ്മൾ ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും നല്ല പഞ്ചോ നല്ല പക്ക നേച്ചർ ആയിരിക്കും. അതല്ല എങ്കിൽ ചിലപ്പോൾ നമ്മളെ ചീറ്റിംഗ് ആയിട്ടുള്ള നേച്ചറുകൾ കാണിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ആ ഹ്യൂമാനിറ്റിയും കൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. So the real beginning of applied research in the areas of organizational behavior started with the hands-on experience. നമുക്കറിയാം അതില് ഓർഗനൈസേഷൻ ബിഹേവിയർ ഈ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The finding of these studies were given a new name, human relations. Okay. ഈ ഹാർട്ടോൺ സ്റ്റഡിയില് ബിഹേവിയർ പുതിയ പേര് നിർദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് അല്ലെ ആ പേരാണ് ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറയുന്നത്. 1924 a group of professors such as Elton Mayo and inquiry into the human aspect of work and working conditions at the Hawthorne plant of Western Electric Company, Chicago. തീർച്ചയായിട്ടും ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് 1924 അല്ലെ ആ ടൈമിലൊക്കെ എൽട്ടൺ മേയോയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ ഹ്യൂമൻ ആസ്പെക്റ്റിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. അവിടെ സ്റ്റഡി ചെയ്യുന്നത് ചിക്കാഗോ ഉള്ള വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ കുറിച്ചിട്ടൊക്കെയുള്ള സ്റ്റഡികളൊക്കെ അവിടെ നടത്തിക്കൊണ്ട് വരുന്നത്. ഓക്കെ, അവർ എന്താണ് ആ സ്റ്റഡിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം വെച്ച് നോക്കാം. The studies got out a set of conclusions relevant to understand the human behavior at work which are as follows. ആ സ്റ്റഡിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെ അവര് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. The human element in the workplace was considerably more important. അതായത് ഹ്യൂമന്റെ ഒരു അല്ലെ മനുഷ്യന്റെ പ്രത്യേകമായുള്ള പെരുമാറ്റം അല്ലെ അത് പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. The workers are influenced by social factors and the behavior of the individual worker is resolved by the group of Hawthorne studies how we researched for their research method and finding derived. Okay, അവിടെ വീണ്ടും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവര് കൺസിഡർ ചെയ്യുന്നത് പറയുന്നത് അവരുടെ പ്രവൃത്തി അല്ലെ അത് ശ്രദ്ധിക്കാൻ വേണ്ടതാണ്. ഇതിൽ കൂടുതലായിട്ട് വിളിച്ചിട്ടില്ല. ഹാർട്ടോൺ സ്റ്റഡിയിലെ പ്രധാനമായിട്ട് പറയുന്നത് പെർഫോം ചെയ്യാനായിട്ട് ആരെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട് എന്ന് അവര് മനസ്സിലാക്കിയാണെങ്കിൽ അവര് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലേക്കാണല്ലോ വിരച്ചുള്ളത്. അപ്പൊ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആരെങ്കിലും അവരെ ശ്രദ്ധ അല്ലെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് അവര് മാക്സിമം അഫോർഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് മറ്റു വ്യക്തികൾ വരുന്നുണ്ട്. അതായത് സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെ ഇവിടെ മറ്റു ഘടകങ്ങൾ കൂടി ഇവരുടെ ഈ ഒരു പെരുമാറ്റ ശാസ്ത്രത്തിലേക്ക് വിര ചൂണ്ടുന്നുണ്ടെന്നുള്ളതാണ്. നോക്കയിൽ പറയുന്നത് ഇൻഡിവിജ്വൽ വർക്കേഴ്സ് ഇസ് റിസോൾവ്ഡ് ബൈ ദ Hawthorne studies how being criticized for their research method and finding derived, but their effect on the emerging field of organization behavior was dramatic. They helped us in a more humanistic centered approach to work. Okay, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡ്രാമാറ്റിക്കലി നമ്മൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും. അതെല്ലാം അവർ പോയി കഴിയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ വീണ്ടും അല്ലെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് അവിടെ വീണ്ടും പലതരത്തിൽ ഇങ്ങനെ നോക്കണമെങ്കിൽ ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് അവിടെ വീക്ഷിച്ചു വരുന്നത്. ദെൻ അത് വീണ്ടും അപ്രോച്ചസിലേക്കാണോ എത്തിയിരിക്കുന്നത്. നമുക്കൊരു 4 അപ്രോച്ചസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. There are mainly 4 approaches to organizational behavior. ഓർഗനൈസേഷന്റെ ഈ ഒരു ബിഹേവിയറിന് പെരുമാറ്റത്തെ അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമീപനങ്ങളാണ് ഈ 3 അപ്രോച്ചസിൽ പറയുന്നത്. അപ്പൊ ഇതുവരെ എനിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. അതായത് നമ്മൾ എന്താണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. ആ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റില് നമ്മൾ കണ്ടു അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടു അല്ലെ. അത് ഡെവലപ്പ് ചെയ്തെടുത്തത് റെഡ്ബസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടു ഹാർട്ടോൺ സ്റ്റഡീസിൽ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ വ്യക്തിപരമായ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായ രീതിയിലൊക്കെ അല്ലെ അവിടെ വർക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രം എഫിഷ്യന്റ് ആയിട്ട് ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അവിടെ ഹ്യൂമാനിറ്റിയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതായത് അവരുടെ റിസർച്ചിൽ പറയുന്നത് 1924 ആ റിസർച്ച് നടത്തിയത്. അതിന്റെ ലീഡർഷിപ്പ് എടുത്തത് അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം എൽട്ടൺ മേയോ ആണ്.
അതേമാതിരി തന്നെ ഹ്യൂമൻ ആസ്പെക്ടും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. ഏത് ഇതിലാണ് അത് സ്റ്റഡി ചെയ്തതെന്ന് നോക്കിയാൽ ഇലക്ട്രിക്കൽ അവിടെ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ വർക്കിംഗ് കണ്ടീഷനിലാണ് അവര് ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തത്. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലെ, ഹ്യൂമൻ എലമെന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ എന്താണ്, അത് മാത്രമല്ല അതിനപ്പുറം സ്പെഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടി അവര് ഉൾക്കൊള്ളേണ്ടതുണ്ട്. സോ ഹ്യൂമൻ ബീയിങ്സിന്റെ അപ്രോച്ചുകൾ അല്ലെ, പലതരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള സമീപന ബോധുകളാണ് ഇവിടെ നെക്സ്റ്റ് വീക്ഷിക്കാനാണ്. ഔട്ട്ഡോർ സ്റ്റഡിയില് പ്രധാനമായിട്ടും പറയുന്നത് അത് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആളുകൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ മാക്സിമം കൂടിയിട്ട് വർക്ക് ചെയ്യുന്നു. അതപ്പോ അതില് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രാമാറ്റിക്കലിയും അവർ ചെയ്യാം അല്ലെ, അവര് വരുന്ന ടൈമിൽ മാത്രം അവര് മാക്സിമം കൂടിയിട്ട് വർക്ക് ചെയ്യും. അല്ലാത്ത ടൈമിൽ എന്ത് ചെയ്യും, അവരധികം അഫോർഡ് എടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലേ, അങ്ങനെയും സാധ്യത ഉണ്ടാവില്ലേ. സൂപ്പർവൈസേഴ്സ് വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് അഫോർഡ് വരും അല്ലേ അല്ലേ, ശരിയാണോ? അല്ലാത്ത ടൈമില് എടുക്കാൻ സാധ്യതയില്ല അല്ലെ. ഇവിടെ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹോസ്പിറ്റലൊക്കെ എന്തെയാണ് പഠിക്കുക എന്നുള്ളൊരു ചിന്താഗതി വരും. അതിലുണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ അങ്ങനെ ഒരു തോന്നലുണ്ടോ? പ്രത്യേകിച്ചൊന്നുമല്ല, നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ചെറിയ ചെറിയ സ്ഥാപനമൊക്കെ ആവുമ്പോൾ നമുക്കറിയാം നമ്മുടെ വർക്കേഴ്സിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിലുള്ള ഒരു റോളുണ്ട്. എങ്ങനെയുള്ളവരെയാണ് കണ്ടെത്തി നിയമനം നടത്തേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റോളാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ എന്താണ് വ്യത്യസ്ത നമുക്ക് അല്ലെ പേഴ്സൺസ് വരുമ്പോഴും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് അപേക്ഷകൾ വരും. അപ്പൊ തീർച്ചയായിട്ടും ഈ അപേക്ഷകളിൽ നിന്ന് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ജോലിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സണെ ഏതാന്ന് ഡിസൈഡ് ചെയ്യുന്നതിന്റെ ഓരോരോ പടികളാണ് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. അപ്പൊ ഓരോ പേഴ്സൺ നല്ല അഫേർട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ചാപ്റ്ററിലുടനീളം നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു മനുഷ്യനെ വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റ ശാസ്ത്രങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് എന്താണ് പ്രകടമാക്കാനായിട്ടുള്ളതുണ്ടാവും. ഒരുപക്ഷെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു അക്കാദമിക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിയറിംഗ് ഒക്കെ ഉള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നഴ്സുമാർ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സുകൾ ഉണ്ടാവും. പക്ഷെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലാണ് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ വ്യത്യസ്ത നഴ്സുമാരെ മാത്രമല്ല വിവിധ എംപ്ലോയികളെ നമ്മൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. ഇപ്പൊ കാഷ്വാലിറ്റിയിൽ ഉണ്ടാവും, ഓർഷണിയിൽ ഉണ്ടാവും, പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള മേഖലകളിൽ അപ്പോയിന്റ്മെന്റുകൾ. സോ അവിടെ ഹ്യൂമൻ ബിഹേവിയറിനും പ്രധാന സ്ഥാനമുണ്ട്. അതായത് മനുഷ്യന്റെ ആ ഒരു കഴിവ് പ്രകടമാക്കാനായിട്ട് ചില സമയങ്ങളിൽ അവർക്ക് അല്ലെ അത് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള പവർ കുറവായിരിക്കും, ചില സമയങ്ങളിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ടാവും. അത് ആ ഒരു പെരുമാറ്റശാസ്ത്രം കൂടി മനസ്സിലാക്കിയതിനു ശേഷമാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്. സോ അതാണ് ഇതിലുടനീളം ഈ ഒരു ചാപ്റ്ററിൽ വിവരിച്ചു വരുന്നത്. ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളത്. ഇപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന അക്കാദമിക് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ മാത്രമല്ല, ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു കഴിവും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർക്ക് മോസ്റ്റ്ലി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മേഖല എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മള് അല്ലെ ഇവിടെ വരെയും കണ്ടതില് എന്താണ് വിവിധ അപ്രോച്ച്, വിവിധ സമീപനങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മള് മൂന്ന് തരത്തിലുള്ള അപ്രോച്ചുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. ഓക്കെ അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കോട്ടെ. കാരണം കഴിഞ്ഞത് എടുത്തു തരുന്നു നമ്മൾ ഒന്നര അല്ലെ കുറച്ച് ഭാഗം എടുത്തു തരുന്നു. ജസ്റ്റ് ഐഡിയാസ് മാത്രം നിങ്ങൾ ഗ്രഹിച്ചു വെക്കാം. കുറച്ച് പേരുകളൊക്കെ ഓർത്ത് വെച്ചേക്കാം. ആ ഇയേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
അവിടേക്ക് പോവാലോ. ഒരുമിച്ചിലോട്ടെ. The human resource approach is concerned with the growth and development of people towards a higher level of competency, creativity, and fulfillment, because the people are the central resource in any organization. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവിടെ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് മെഷീൻ ഉണ്ടാവും, ടൂൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം ആ ബിസിനസ് സക്സസ് ആയിട്ട് പോകില്ല അല്ലെ. വിജയം നേടിയെടുക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഹ്യൂമൻ എഫേർട്ട് അവിടെ ആവശ്യമാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് അത് കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമാണ് നമ്മൾ എത്രത്തോളം ഫണ്ട് ഇറക്കിയാലും എത്രത്തോളം മെഷീൻ സ്ഥാപിച്ചാലും അതിൽ നിന്ന് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ ഒന്ന് രണ്ട് ഹ്യൂമൻ വർക്ക് ചെയ്യുന്നത് മെഷീൻ ചെയ്യുമായിരിക്കാം, പക്ഷെ അത് നല്ല കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുമോ? നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണ്ടേ, ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യണ്ടേ? ഓക്കെ. അപ്പൊ ആ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വിചാരിച്ച നേരത്തെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഒരു സെൻട്രൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഏതോ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ, പ്രധാനപ്പെട്ട വിഭവശേഷി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. കാരണം ആ ഹ്യൂമൻ ബീയിങ് എഫിഷ്യന്റ് അല്ല എങ്കിൽ ഓർഗനൈസേഷന്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. കേസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഹ്യൂമൻ ബീയിങ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഡോക്ടേഴ്സ്, നഴ്സുമാര്, ക്ലീനിങ് സെക്ഷനില്, ഹെഡ് ഓഫീസ്, എല്ലാ സെക്ഷനിലും നമുക്കറിയാം ഹ്യൂമൻ എഫേർട്ട് ആണ് കൂടുതലുള്ളത്. അവർ നല്ലതായിട്ട് രീതിയിൽ എഫേർട്ട് എടുത്തില്ലെങ്കിൽ എത്രത്തോളം മെഷീൻസ് അവിടെ ഉണ്ടെങ്കിൽ എത്രത്തോളം ഫണ്ട് ഇറക്കിയാൽ അതിന്റെ റിസൾട്ട് ആ സർവീസ് നല്ല രീതിയിൽ തന്നെ അല്ലെ അവിടെ പേഷ്യൻസിന് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കില്ല. സോ ആ ഒരു സെൻട്രൽ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അല്ലെ ഇവിടെ പറയുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഇസ് കൺസേൺഡ് വിത്ത് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ അല്ലെ. അവിടെയുള്ള ആ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ വളർച്ച അല്ലെങ്കിൽ അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ നമുക്കറിയാം എന്താണ് വരുന്ന ആ ഒരു വെല്ലുവിളികളൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. പുതിയ പുതിയ മെഷീൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ട്രെയിനിങ് ഒക്കെ കിട്ടി അവിടെയുള്ള എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം അല്ലെ. നമുക്കറിയാം ഇപ്പൊ പണ്ടത്തെ മാതിരി ഒരു ഓപ്പറേഷൻ ഒന്നും മാത്രമല്ല അല്ലെ, ഒരു ഓപ്പൺ സർജറി മാത്രമല്ല നമ്മൾ പഠിച്ചു, പലതരത്തിലുള്ള സർജറികളുണ്ട്. ഈ സർജറികൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ആർക്കും വേണം, ഹ്യൂമൻ ബീയിങ്ങിനും അവർ നേടിയിട്ടുണ്ട് അല്ലെ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞ കഴിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന് ആ വരുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. സോ എന്താണ് അവരുടെ ഡെവലപ്മെന്റ് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ വളർച്ച അല്ലെങ്കിൽ അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് അല്ലെ നല്ല സൃഷ്ടിപരമായ രീതിയിൽ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് വരുന്ന ഏത് തരത്തിലുള്ള വെല്ലുവിളിയെ നേരിടാനായിട്ട് സാധിക്കും. This approach helps employees become better, more reliable, and it tries to create a climate in which they may contribute to the limits of their enhanced skills. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, ശരി. പക്ഷെ ഇപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയാലേ അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും എവാലുവേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളല്ലേ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. സോ ഹ്യൂമൻ അവിടെ പ്രധാനമായിട്ട് പറയാൻ ഹ്യൂമൻ അപ്രോച്ചില് അവരോട് സമീപിക്കുമ്പോൾ അല്ലെ അവരുടെ ഹ്യൂമൻ ബീയിങ്ങിനോട് അതിന്റെ അനുസരിച്ചിട്ടുള്ള സമീപനം കാഴ്ചവെക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് അവർക്കും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെ സംഭാവനകൾ എന്താണ് അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ. This approach is also known as a supportive approach because the manager's primary role changes from control of employees to active support of their growth and performance. ഇതിലെ പ്രധാനമായിട്ട് പറയുന്നത് സപ്പോർട്ടീവ് അപ്രോച്ച്. സോറി, അപ്പൊ ഇതില് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സമീപനം അല്ലെ. തൊഴിലുടമ മാനേജേഴ്സ് അല്ലെ, തൊഴിലുടമ എന്താണ് അവിടെയുള്ള തൊഴിലാളികളോട് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സമീപനം കാഴ്ചവെക്കും. എന്ന് വെച്ചാൽ പുതിയൊരു മെഷീനൊക്കെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് മസ്റ്റായിട്ട് കൊടുക്കണം. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം.
എങ്കിൽ മാത്രമാണ് അവരിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഹ്യൂമൻ ബീയിങ്ങിന്റെ സമീപനം, അതായത് ഹ്യൂമൻ ബീയിങ്ങിനോട് അതിനനുസരിച്ചിട്ടുള്ള സമീപനങ്ങൾ കാഴ്ചവെക്കുക, അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ മറ്റൊരു പേരും കൂടി അറിയപ്പെടാം, അതൊന്ന് നോട്ട് ചെയ്യുക. സപ്പോർട്ടീവ് അപ്രോച്ച് എന്താണ് അതിലെ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾസ് അല്ലെ, ഹയർ ലെവൽ ഓഫ് കോമ്പിറ്റൻസി, നമ്മുടെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ അവരുടെ വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള സമീപനങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു സമീപനം ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് സപ്പോർട്ടീവ് അപ്രോച്ച് എന്ന് വിശേഷിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായി കാട്ടൊന്നും പഠിക്കേണ്ട. ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ചിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ടീവ് അപ്രോച്ച് ആണ്. അവരുടെ ഗ്രോത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, ഗ്രോത്ത് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്തു. ഓക്കെ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അപ്പൊ അവർ എഫിഷ്യന്റ് ആയിട്ട് വർദ്ധിച്ചു. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി വെച്ചാലും മതി, അവർക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് സാധിക്കും അല്ലെ. ഒരു ഓപ്പറേഷൻ പുതിയ ഓപ്പറേഷൻ സാങ്കേതിക വിദ്യകളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക, സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ അവരെല്ലാം എഫിഷ്യന്റ് ആയിട്ട് വർദ്ധിച്ചു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടിജൻസി അല്ലെ, കണ്ടിജൻസി അപ്രോച്ച്. നോക്കാം. A contingency approach to organization behavior implies various circumstances or different behavior practices for effectiveness instead of the traditional approach to one best way for all situations. Okay. നമ്മളെപ്പോഴും ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള കുറെ ശൈലികൾ ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശരിയല്ലേ? നമ്മൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മുന്നേറേണ്ടത് ആവശ്യമാണ് അല്ലെ. ആ ബിസിനസ് റൺ ചെയ്ത് പോകണമെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് മുന്നേറേണ്ടതും ആവശ്യമാണ് അല്ലെ. Each situations must be analyzed carefully to determine the significant variable that exists in order to establish the kind of a practice that will be more effective. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നന്നായിട്ട് അനലൈസ് ചെയ്യണം എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത് അല്ലെ. കേസ് നമുക്കറിയാം, ഒരു ഇപ്പൊ പണ്ടത്തെ മാത്രമല്ല അല്ലെ, നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ മാനുവലി ഫോളോ ചെയ്യുക എന്നുള്ള രീതിയൊന്നല്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതിനേക്കാൾ അപ്പുറം ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റലൈസേഷൻ അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഈ കേസ് എന്താണ് നമ്മൾ മെഡിസിൻ മേടിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നിടത്തൊന്നും പോലും നമ്മൾ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ അല്ലെ. ഡിജിറ്റലൈസ് ചെയ്ത് കാണിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ആ ഒരു തിക്കും തിരക്കും ക്യൂ നിൽക്കുന്ന അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ പോവുകയാണ് അല്ലെ. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ മസ്റ്റായിട്ട് കെയർഫുള്ളി അത് നോട്ട് ചെയ്യണം. ഏത് വേരിയബിൾ ആണ് നമ്മൾ ഒഴിവാക്കിയത്, പുതിയത് ഓപ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. പുതിയ കാര്യങ്ങൾ അവിടെ സ്ഥാപിക്കേണ്ടത്, ഓർ എഫക്റ്റീവ് ആയിട്ട് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതാണ് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. The strength of this approach is that it encourages assessment of each situation prior to action. Thus, it helps to use it is most right manner for the current knowledge about the people in the organization. Okay, നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഏതൊരു സിറ്റുവേഷനും ആണ് എങ്കിൽ അവിടെ ഓരോ പേഴ്സൺസിനെ ആണെങ്കിലും the strength of this approach is that it encourages assessment of each situation prior to action. ഏത് സിറ്റുവേഷൻ ആണ് കൂടുതൽ ആദ്യം തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. കേസ് പേഴ്സൺസിലാണെങ്കിൽ നമുക്കറിയാം എന്തിനാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എംപ്ലോയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലെ. എവിടെ നിന്ന് തുടങ്ങണം, ഏതൊരു പരമ്പരാഗതമായിട്ടുള്ള രീതിയാണോ മാറ്റി കൊണ്ടുവരേണ്ടത് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്തണം. It is the most right manner all the current knowledge about the people in the organization. ഓക്കെ, ഓർഗനൈസേഷനിൽ നമുക്കറിയാം തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള പേഴ്സൺസിനെയും കുറിച്ച് എംപ്ലോയിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടെങ്കിലാണ് മാറ്റങ്ങൾ ഏതില് അല്ലെങ്കിൽ ആരും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പൊ തീർച്ചയായിട്ടും പുതിയത് എന്താണോ അതിനനുസരിച്ചിട്ട് തന്നെ അല്ലെ എന്തിലാണ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് പോയായിട്ട് സാധിക്കുക. അത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ കുറെ റിസോഴ്സസിൽ നമ്മൾ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സസിന്റെ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് റിസോഴ്സസിൽ മാറ്റങ്ങൾ വരുത്തണേക്കാൾ ഉപരി ഹ്യൂമൻ റിസോഴ്സസിനെ അനുസരിച്ച് അല്ലെ അവർക്ക് കുറച്ച് സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എവിടെയാണെങ്കിലും തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായിട്ടും അല്ലെ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മോർ എഫക്റ്റീവ് ആയിട്ട് കൂടുതൽ ഫലപ്രദമായിട്ട് ഏത് പ്രാക്ടീസ് കൈകാര്യം ചെയ്യാനാണ് സാധിക്കുക അല്ലെ. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ല അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരിൽ ആർക്കാണ് മാറ്റങ്ങൾ വരുത്തി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ പുതിയ ശൈലികളാണ് കൊണ്ടുവരേണ്ടത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ for the current knowledge about the people in the organization അങ്ങനെ വരുമ്പോൾ നമുക്ക് മതിയായ നോളജ് അതിന് ആവശ്യമായിട്ടുള്ള നോളജും അവിടെ ആവശ്യമാണ് അല്ലെ. നിലവിലുള്ള എല്ലാ അറിവും കേന്ദ്രീകരിച്ചിട്ട് വേണം ഈ മാറ്റങ്ങൾക്ക് വരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുക. സോ കണ്ടിജൻസി അപ്രോച്ച് അല്ലെ ഒരു ആകസ്മിക സമീപനമാണ് അവിടെ വരുന്നത്. ഓരോ വ്യക്തിയിൽ നിന്നും അല്ലെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അവർ എഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് എന്തെങ്കിലും പരമ്പരാഗത രീതികൾ മാറ്റം വരുത്തണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിന് തീരുമാനങ്ങൾ. ാണോ ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു അപ്രോച്ചസും എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. വായിച്ചു നോക്കാം. ഫുള്ളായിട്ട് എന്താ പറയാ കണ്ടിജൻസി ഓരോ അപ്രോച്ചുകൾക്കും ഒരുപാട് ഇലാബറേറ്റ് ചെയ്താണ് പഠിച്ചു പോവേണ്ടത്. പക്ഷെ ഇതൊക്കെ ജസ്റ്റ് എന്താ പറയാ തിയറിറ്റിക്കലായിട്ട് കുറച്ച് ഒരു ഹെഡിങ് വെച്ചിട്ടാണ് പോകുന്നത്. അതിൽ പലതും മുഴുവനായിട്ട് അങ്ങനെ ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി പോവേണ്ടതാണ്. മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് എഫിഷ്യന്റ് ആയ എംപ്ലോയീസിനെ വരുത്തണമെങ്കിൽ ബർത്ത് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം പല രീതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ ആ സമീപനം തൊഴിലാളികളുടെ ഇടയിലേക്കുള്ള സമീപനങ്ങളിൽ മാറ്റം വരുത്തണം. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ അവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് അനുസരിച്ച് ഇപ്പോ ഓർഗനൈസേഷനിൽ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത് അല്ലെ. ആ സ്ഥാപനത്തിന്റെ തന്നെ ചില ശൈലികളിലാണ് മാറ്റം വരുന്നത്. ഇനി ഈ വ്യക്തികളുടെ ശൈലികൾ മനസ്സിലാക്കിയിട്ടുള്ള കുറെ മാറ്റങ്ങളാണ് അങ്ങനെ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇതില് ഹ്യൂമൻ റിസോഴ്സസിൽ അപ്രോച്ചസ് നമ്മുടെ ശൈലികൾ അതായത് ആ ഓർഗനൈസേഷൻ ആ ഒരു ബിസിനസ് ഫേമില് കുറച്ച് മാറ്റങ്ങളാണ് വരുത്തുന്നത്. അവര് തന്നെ മനസ്സിലാക്കിയിട്ട് ഓക്കെ കറക്റ്റ് ചെയ്ത് എഫിഷ്യന്റ് ആക്കി കൊണ്ടുപോകുന്ന ഓരോ അപ്രോച്ച് സമീപനങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിലെ ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഒക്കെയാണ്. കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഓരോ സിറ്റുവേഷൻസും അനലൈസ് ചെയ്തിട്ടാണ് അവിടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കൊരു അപ്രോച്ചും കൂടി നോക്കാം അല്ലെ. വലിയ രീതിയിലാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് അപ്രോച്ചാണ് ഇച്ചിരി കൂടുതലായിട്ടുള്ളത്. നെക്സ്റ്റ് അപ്രോച്ച് കൂടി നോക്കാം. ഇതാണ് പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് നോക്കാം. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഉത്പാദനക്ഷമത അല്ലെ. അത് എന്താണെന്ന് നോക്കാം. പ്രൊഡക്ടിവിറ്റി ഈസ് എ റേഷ്യോ ദാറ്റ് ഇവാലുവേറ്റ്സ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെ. നമ്മളിപ്പോ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, നമ്മളിപ്പോ ഇത്രയും പേഷ്യൻസിനെ നോക്കാനായിട്ട് പിന്നെ നഴ്സുമാരൊക്കെയാണ് നമ്മൾ നിയമിക്കുന്നത്. ഇത്തരം പേഴ്സൺസിനെ നമ്മൾ വെച്ചിട്ടാണ് അല്ലെ ഇത്തരം പേഴ്സൺസിനെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് പിന്നെ നഴ്സുമാരെ 1-2 പേഴ്സൺസിലേക്ക് ചുമതല എടുക്കുന്നത്. സോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഈസ് എ റേഷ്യോ ദാറ്റ് ഇവാലുവേറ്റ്സ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട്. യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് അല്ലെ അവിടെ പേഷ്യൻസിന് ഈ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന നഴ്സുമാര് കൈകാര്യം ചെയ്യുമ്പോൾ
ഓക്കെ, റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും കുഴപ്പമില്ല, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെ, ഒരു 10 പേർക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ 10 പേർക്ക് 2 ക്ലാസ്, അങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് പ്രൊഡക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. Then it is often measured in terms of economic based inputs and outputs. Okay, ഇത് നമ്മൾ എന്താണ് ഈ ടേംസ് നമ്മളിപ്പോ പേഴ്സൺസിനെ വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തെങ്കിൽ ഇത് എക്കണോമിക് ബേസിൽ നമ്മൾ എന്താണ് കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെ, ഇത്രയും ഫണ്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതായത് ഇത്രയും കോസ്റ്റ് നമ്മളിപ്പോ നമുക്കറിയാം നഴ്സുമാർക്ക് കൊടുക്കുന്ന ഫിനാൻസ് അല്ലെ, അവരുടെ സാലറി പേയ്മെന്റ്സ്, ആ പേയ്മെന്റ്സ് നമ്മൾ അത്രയും പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ് ഇത്രയും പേഷ്യൻസിൽ നിന്നുള്ള ഔട്ട്കംസ്, അതായത് അവരിൽ നിന്നുള്ള നേട്ടങ്ങൾ അല്ലെ, അവര് നമുക്കറിയാം സർവീസ് നേടിയെടുക്കുന്നതനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് അവിടെ ലഭ്യമാകും അല്ലെ, ആ പേയ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നേട്ടം. സോ അത് എക്കണോമിക് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് ഓപ്പൺ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എക്കണോമിക് ബേസ്ഡ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. എക്കണോമിക് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിലാണ് ഇതിന് എന്താണ് ഈ ഒരു രീതിയിൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് മോർ ഔട്ട്പുട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെയിം എമൗണ്ട് ഓഫ് ഇൻപുട്സ്, പ്രൊഡക്ടിവിറ്റി ഈസ് ഇംപ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 നഴ്സുമാരെ വെച്ച് 10 വ്യക്തികളെ അല്ലെ 10 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാമെന്ന് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു രീതി കണ്ടെത്തി ഇനി ഈ 2 പേരെ വെച്ച് തന്നെ ഒരു 12 പേരെ 12 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കും? ഉത്പാദനക്ഷമത കൂടുതലാണോ കുറവാണോ? ഞാനിങ്ങനെ സാലറി ഇങ്ങനെ ഫിനാൻസ് അല്ലെ നമ്മളെ ഫണ്ട് എമൗണ്ട് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും വെച്ചിട്ടാണ് പേഴ്സൺസിനെ വെച്ചത്. അതായത് 2 നഴ്സുമാര് 10 പേരെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ വീണ്ടും 2 പേരെ തന്നെ വെച്ച് 12 പേരെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും കുറവായിരിക്കും? ഉത്പാദനക്ഷമത കൂടുതലായിരിക്കും? അതായിരിക്കും 2 പേരെ തന്നെ 10 പേരെ വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കുന്നത്. അതായത് 2 പേഴ്സൺസിനെ ചുമതല ഏൽപ്പിച്ച് ചെയ്യുമ്പോൾ 10 പേരെ ശുശ്രൂഷിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, വീണ്ടും 2 പേർക്ക് തന്നെ 12 പേരെ കൊടുക്കുകയാണ്, അപ്പൊ ഉത്പാദനക്ഷമത കൂടുതലായിരിക്കില്ലേ? 2 പേരെ കൊണ്ട് അല്ലേ കൂടുതലാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഔട്ട്പുട്ട് ഇൻപുട്ടില് മാറ്റങ്ങൾ വരുത്താതെ ഇപ്പോ നമ്മള് അല്ലെ ഈ സാലറി ആയിട്ട് ഒരു 10,000 രൂപ വീതം കൊടുക്കാന്ന് വെച്ചു, 20,000 രൂപയ്ക്ക് പേഷ്യൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്ന ഒരു 40,000 രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ അങ്ങനെയാണ് അല്ലെ, നല്ലൊരു എമൗണ്ട് അവർക്ക് ചെലവായിട്ട് നമുക്ക് കിട്ടും, 30,000 രൂപയ്ക്കിലൊക്കെ കിട്ടും. എന്താ പറയാ, പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. വീണ്ടും 12 പേരെ ആവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 35,000ലേക്ക് എത്തും. ഇവർക്ക് കൊടുക്കുന്ന സാലറി എപ്പോഴും എന്താണ് 10,000 വെച്ച് 20,000 ആണ് അല്ലെ. 20,000 സാലറി കൊടുക്കുന്നു, 35,000 വരുന്നു. അപ്പൊ 5,000 എന്താണ് അവിടെ കൂടുതൽ അധികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മോർ ഔട്ട്പുട്ട് ക്യാൻ ബി, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 12 പേഷ്യൻസിനെ സർവീസ് ചെയ്യാനായിട്ട് അല്ലെ അവിടെ സെർവ് ചെയ്യാനായിട്ടുള്ള സാധ്യത വരുന്നുണ്ട്. 2 പേഷ്യൻസ് 2 നഴ്സുമാരെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ട് 12 പേരെ കൈകാര്യം ചെയ്യാനായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷെ ഇൻപുട്ട് സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം സെയിം എമൗണ്ട് ഓഫ് ഇൻപുട്ട്, പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത കൂടുതലാവുകയാണ് ചെയ്യുന്നത്. But desired economic inputs and outputs, human and social inputs and outputs are also significant. So അവിടെ കുറച്ച് ബ്രീഫ് ചെയ്താണ് നിർത്തിയൊക്കെയാണ്. അതിന്റെ ഉത്പാദനക്ഷമത പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി വന്നപ്പോഴാണ് അടുത്ത ഒരു പോയിന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്, ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ആർ ഓൾസോ സിഗ്നിഫിക്കന്റ്. നമ്മൾ ഈ പറഞ്ഞ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും എക്കണോമിക്കലി നമ്മൾ നോക്കുമ്പോഴും പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം ഹ്യൂമൻ അല്ലെ, നമ്മുടെ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് അവിടെ എന്താണ് സാമൂഹ്യപരമായിട്ടുള്ള ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സുമായിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ചിലപ്പോ 2 പേഴ്സൺ 12 പേരെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റും, പക്ഷെ അതേമാതിരി തന്നെ 2 പേഴ്സണെ പേരെ ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു തരില്ല. കാരണം ഹ്യൂമന്റെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റില് 12 പേർക്ക് അല്ലെ 2 പേഴ്സൺസിനെ 12 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ ചിലപ്പോ അടുത്ത ഒരു കാറ്റഗറൈസ് ചെയ്ത് 2 പേഴ്സൺസിന് തന്നെ 12 പേഷ്യൻസിനെ
സെർവ് ചെയ്യണമെന്ന് കൊണ്ട് ചിലപ്പോൾ പറ്റിയിട്ടില്ല. കാരണം അവരുടെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു നേച്ചർ, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ. അതിനെ കുറിച്ചിട്ടൊന്നും ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല, ഇലാബറേറ്റ് ചെയ്ത്. പക്ഷെ മനസ്സിലാക്കുക ശരിയായുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് എല്ലാ വ്യക്തികളെയും കൊണ്ട് സാധിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ചില ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് പ്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ചെയ്തിട്ട് 2 പേഴ്സൺസിനെ കൊണ്ട് 10 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഉണ്ടായെങ്കിൽ ആ ഒരു കൺസെൻട്രേഷൻ തന്നെ പറ്റിയെന്ന് വരും. പക്ഷെ അതിനപ്പുറം ചില വ്യക്തികൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാവരിൽ നിന്നും നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. ശരിയല്ലേ? ആണോ? ആയിരിക്കോ? അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എല്ലാവർക്കും ബേസിക്കലി ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സാലറിയൊക്കെ ബേസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫേർട്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കൈകാര്യം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി അധികമായിട്ട് സാലറിയൊക്കെ കൂട്ടി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയാണ് ശരിക്കും അല്ലെ നമ്മുടെ കൺസെപ്റ്റിൽ അങ്ങനെയാണ് നിർവഹിച്ചു പോവുക. അധികം എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അധികം സാലറിക്ക് മാറേണ്ടതായിട്ടുള്ള ഒരു അല്ലെ ആ ഒരു റൂൾസ് ആയിരിക്കും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഫോളോ ചെയ്തു പോകും. അപ്പൊ ആ പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ റേഷ്യോ ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് ഉണ്ടാവേണ്ടതാണ്. എവിടെയും അങ്ങനെ തന്നെയാണ്. ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ ഇറക്കുന്ന ഫണ്ട് അനുസരിച്ചിട്ട് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഇൻകംസ് ഉണ്ടാവുക. അതേപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ റിസൾട്ടും അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് ഒരുപോലെ തന്നെ ഔട്ട്പുട്ട് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതിക്കപ്പുറം അധികം കൂടുതൽ നേടണമെങ്കിൽ ചിലപ്പോഴൊക്കെ അവരുടെ വേരിയേഷൻസ് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. കൂടുതലായിട്ട് ഇങ്ങനെ നിന്നും ചടങ്ങൊന്നും ചോദിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. ജസ്റ്റ് അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പൊ 3 അപ്രോച്ചാണ് നമ്മൾ ഇതിനെടുത്തത്. നമുക്കിങ്ങനെ സ്പീഡിൽ പോകാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഓർഗനൈസേഷൻ ബിഹേവിയർ സമയം എടുക്കുന്നത് തന്നെ പറഞ്ഞത്. കാരണം ഇത് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് സമയം പോലെയാണ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. ഓക്കെയാണോ? ഇപ്പൊ നിലവിൽ ഓക്കെയാണോ? 3 അപ്രോച്ചസും ഓക്കെയാണോ? ഓക്കെയാണ്. അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്കിനി 2 അപ്രോച്ചസ് കൂടി ഉണ്ടോ? സിസ്റ്റം അപ്രോച്ച് കുറച്ച് വലുതാണ്. അതെന്തായാലും നെക്സ്റ്റ് ദിവസം എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. താങ്ക് യു.